നമസ്കാരം. ഓഫീസ് ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എക്സൽ 25 ഡേയ്സ് സീരീസിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എക്സലിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സം ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വാട്ട് ഈസ് സം ഫംഗ്ഷൻ? എന്താണ് സം ഫംഗ്ഷൻ? സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമ്മൾ മാനുവൽ അഡീഷൻ ചെയ്യേണ്ടതിന് പകരം വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എക്സലിലെ ഈ ഒരു സം ഫംഗ്ഷൻ നമ്മളെ സഹായിക്കും. ഇതിൻ്റെ സിൻടാക്സ് എന്താണ്? സിൻടാക്സ് വരുന്നത് ഇസിക്കൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ നമ്പർ 1 സെലക്ട് ചെയ്യുക, കോമ അടിക്കുക, നമ്പർ 2 സെലക്ട് ചെയ്യുക, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതാണ് സിൻടാക്സ് വരുന്നത്. ഇപ്പോൾ നമ്പർ 1 നമ്പർ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ആഡ് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ സെൽ റെഫറൻസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോയാലോ? ആദ്യത്തെ എക്സാമ്പിൾ ബേസിക് അഡീഷനാണ്. നമ്മൾ ജസ്റ്റ് സിൻടാക്സ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് 1, 2, 3 ഉണ്ട്. അതിൻ്റെ സെയിൽസ് ഉണ്ട്. എത്രയാണ്? 500, 800, 300 എന്ന്. നമുക്കിവിടെ ടോട്ടൽ സെയിൽസ് കാണണം. അപ്പോൾ നമുക്ക് സിൻടാക്സ് ഉപയോഗിച്ചിട്ട് ആദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ എവിടെയാണോ ഉത്തരം വേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക, ഇസിക്കൽ ടു സം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ ടാബ് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സമ്മിൻ്റെ ഫങ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണ്ട സം ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തോട്ട് ഏരോക്ക് ഉപയോഗിച്ചിട്ട് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സം തന്നെയാണ് വേണ്ടത്. എന്നിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാം. എന്നിട്ട് നമ്മളോട് എന്താ ചെയ്യുന്നത്? നമ്പർ 1 ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ നമ്പർ 1 സെലക്ട് ചെയ്ത് കൊടുക്കാം, കോമ പ്രസ് ചെയ്യുക, നമ്പർ 2 സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ പ്രസ് ചെയ്യുക, നമ്പർ 3 സെലക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ള നമ്പർ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡയറക്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എക്സലിൽ ഓട്ടോമാറ്റിക് ബ്രാക്കറ്റ് ക്ലോസ് ആയി വരുന്നതാണ്. ഞാനിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂസും കൂട്ടുന്ന ഉത്തരം 1600 എന്ന് കിട്ടി. ഇതാണ് ബേസിക് അഡീഷൻ സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇതിലെന്താണ്? പ്രൊഡക്റ്റ് 1, 2, 3 ഉണ്ട്, സെയിൽസും ഉണ്ട്. ഈ എക്സാമ്പിൾ എന്താ പറയുന്നത്? ആഡിങ് നോൺ അഡ്ജസൻറ്റ് സെൽസ് ഓൺലി സം ഓഫ് പ്രൊഡക്റ്റ് 1 ആൻഡ് പ്രൊഡക്റ്റ് 3 സെയിൽസ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് 1ൻ്റെയും പ്രൊഡക്റ്റ് 3ൻ്റെയും സെയിൽസ് മാത്രം. നേരത്തെ കണ്ടത് തന്നെയാണ്. നമ്മളിവിടെ ഇസിക്കൽ ടു സം അടിക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് പ്രൊഡക്റ്റ് 1 സെലക്ട് ചെയ്യുന്നു, കോമ പ്രസ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് 3 സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റേഞ്ച് മാത്രം സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ റേഞ്ച് സെലക്ട് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് 2 വ്യത്യസ്ത റേഞ്ച് സെലക്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണ് പറയുന്നത്? ആഡിങ് ആൻ എൻറ്റയർ കോളം. ഇവിടെ നമുക്ക് ഇവിടെ കാണാം പ്രൊഡക്റ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, കണ്ടോ? 100ൽ പരം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള മൊത്തം ഈ ഒരു സെയിൽസിൻ്റെ ഫിഗർ ആഡ് ചെയ്യണം. അത് നമുക്ക് കോളം ബിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ സെയിൽസ് ആഡ് ചെയ്യാം? ഇവിടെ ടോട്ടൽ സെയിൽസ് എവിടെയാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക, സീക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ടാബ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് മൊത്തമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോളം ബി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ബി എന്ന കോളം മൊത്തമായിട്ട് സെലക്ട് ആയിട്ട് കാണാം, B:B എന്നുള്ള രീതിയിൽ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കോളത്തിലുള്ള എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മളിപ്പോൾ 200 എന്നുള്ളത് 300 ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ 48, 600 ഉള്ളത് 700 ആയി. അപ്പോൾ നമ്മൾ മാറ്റം വരുന്നതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും സം ഫംഗ്ഷൻ. അടുത്ത് നമ്മൾ നാലാമത്തെ സം ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. നാലാമത്തെ എന്താണ് പറയുന്നത്? ആഡിങ് ഡിഫറെൻറ്റ് റേഞ്ചസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സിൻടാക്സ് എന്താണ്? സമ്മ് ഇസിക്കൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് 1 സെലക്ട് ചെയ്യുക, റേഞ്ച് 2 സെലക്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു റേഞ്ച് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന്. അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇസിക്കൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എയിലുള്ള സെയിൽസിൻ്റെ സമ്മ് വേണം. അപ്പോൾ നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ B2, D4 കണ്ടോ? B2, B4 എന്നുള്ള രീതിയിലുള്ള കോളം റേഞ്ച് സെലക്ട് ആവുകയാണ്. എന്നിട്ട് കോമ പ്രസ് ചെയ്യുക, അടുത്ത റേഞ്ച് നമ്പർ 2 എന്നുള്ളിടത്ത് അടുത്ത റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ? നമുക്കിവിടെ ഈ ഒരു 500, 800, 300 അതുപോലെ 900, 7000, 600 എന്ന ടോട്ടൽ സെയിൽസ് നമുക്കിവിടെ 3800 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് സം ഫംഗ്ഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആഡ് വാല്യൂസ് ഇൻ എ സിംഗിൾ റേഞ്ച്. ഒറ്റ റേഞ്ച് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇസിക്കൽ ടു സമ്മ് ബ്രാക്കറ്റിൽ ആ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സെലക്റ്റഡ് വാല്യൂസ് നമ്മൾ ഇതേ സിൻടാക്സ് തന്നെ ഇസിക്കൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്
കോമ ഇട്ടിട്ട് നമ്മൾ ഓരോ സെല്ലുകൾ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പഠിച്ചത് എൻറ്റയർ കോളം സെലക്ട് ചെയ്യാൻ ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ കോളം സെലക്ട് ചെയ്യുക. അപ്പോൾ എൻറ്റയർ കോളം അവിടെ സെലക്ഷൻ വരും, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതുപോലെ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് റേഞ്ചസ് ഒരുമിച്ച് ആഡ് ചെയ്യുന്നതിന് അതിനും സിൻടാക്സ് ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ പ്രസ് ചെയ്യുക, അടുത്ത റേഞ്ച് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള റേഞ്ച് കോമ ഉപയോഗിച്ചിട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് സം ഫങ്ഷൻസിൽ പഠിച്ചത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സൽ സം ഫങ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ ഏവറേജ് ഫങ്ഷൻസ് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.